അട്ടപ്പാടി മധു കൊലക്കേസിൽ ഒന്നാം പ്രതിയെ വെറുതെ വിട്ടു. ശിക്ഷ ഒഴിവാക്കണമെന്ന മറ്റ് പ്രതികളുടെ അപേക്ഷ തള്ളി. നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നിലനിൽക്കും. മലയിടം തുരുത്ത് നിവാസികളെ ഒഴിപ്പിക്കാതെ പറ്റില്ലെന്ന് ഹൈക്കോടതി. സാങ്കേതികത്വം പറയരുതെന്ന് സർക്കാരിനോട് കടുപ്പിച്ചു. 2 ആഴ്ച സാവകാശം വേണമെന്ന സർക്കാർ ആവശ്യം കോടതി അംഗീകരിച്ചു. പെട്രോളിനും ഡീസലിനും വീണ്ടും വില കൂടി. ഇന്ന് കൂടിയത് ലിറ്ററിന് 2 രൂപ 61 പൈസ വീതം. 10 ദിവസത്തിനിടെ കൂട്ടുന്നത് 4ാം തവണ. പശ്ചിമേഷ്യൻ യുദ്ധം പ്രതിസന്ധിയാകുന്നു. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന അധികൃതർ. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കാലവർഷം കേരളത്തിലെത്താൻ വൈകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മെഡിക്കൽ കോളേജുകളിൽ നിലത്ത് കിടത്തുന്ന സാഹചര്യം ഒഴിവാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്തും ഹരിപ്പാട്ടും പുതിയ മെഡിക്കൽ കോളേജുകൾ വരും. ഡോക്ടർമാരുടെ പുതിയ തസ്തിക സൃഷ്ടിക്കുമെന്നും കെ മുരളീധരൻ.